എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 26 അധ്യായം വാക്യങ്ങൾ 1 മുതൽ 3 വരെ. അപ്പോസ്തല പ്രവർത്തികൾ 26 1 മുതൽ 3 വരെ. അഗ്രിപ്പാവ് പൗലോസിനോട്, നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചത് എന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുൻപാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട്, വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും പുനരുത്ഥാനവും തൻ്റെ വാദഗതിയോട് ചേർത്ത് പ്രസ്താവിക്കുന്നതാണ് 26 അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് സുദീർഘമായുള്ള ഒരു പ്രതിവാദമാണ്. പൗലോസ് തൻ്റെ പൂർവ്വകാല അനുഭവം ഇവിടെയും പ്രസ്താവിക്കുന്നുണ്ട്. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണം അതാണ്. യേശു എന്നെ രക്ഷിച്ചു, നിന്നെ രക്ഷിപ്പാനും മതിയായവൻ. ഇതാണ് പൗലോസിൻ്റെ സുവിശേഷ സന്ദേശം. യേശു പാപികളെ രക്ഷിക്കുന്നു, നീതിമാന്മാരെയല്ല പാപികളെ അത്രേ അവൻ തേടി വന്നത്. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും ക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന ശക്തിയുടെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. സുവിശേഷം ഭൗതിക തലത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകളല്ല, അത് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. യാതൊരുത്തർക്കും സ്വയം രക്ഷിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സ്വയം കഴിയാത്തത് യേശു ക്രിസ്തു അവന് വേണ്ടി സാധ്യമാക്കും. ഈ സുവിശേഷ സന്ദേശമാണ് അഗ്രിപ്പായുടെ മുൻപാകെ പൗലോസിൻ്റെ സാക്ഷ്യം. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അതാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പൗലോസിന് ജീവിതത്തിലെ ഓരോ ദിവസവും ഉയിർപ്പിൻ്റെ ദിനമായിരുന്നു എന്ന് പൗലോസിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അഗ്രിപ്പാവിൻ്റെ മുൻപിൽ പൗലോസ് ചെയ്ത പ്രതിവാദം നമ്മൾ സംഗ്രഹിച്ച് നോക്കിയാൽ, 1, മാനസാന്തരത്തിന് മുൻപുള്ള ജീവിത അനുഭവങ്ങൾ വിവരിക്കുന്നതിൽ വൈമനസ്യം കാണിക്കുന്നില്ല. അതാണ് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണം. 2, തൻ്റെ ദൂതിൻ്റെ കേന്ദ്രം ഉയിർത്തെഴുന്നേറ്റ കർത്താവ്. മരിച്ച യേശു അല്ല സുവിശേഷം, മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റ യേശു, അതാണ് എൻ്റെ സുവിശേഷം. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മളത് കാണുന്നു. 3, സമയത്തും അസമയത്തും സുവിശേഷം സംവേദനം ചെയ്യാനുള്ള താല്പര്യവും ഒരുക്കവും. വാക്കുകളാലല്ലോ ജീവിതമാണല്ലോ പ്രധാനം എന്ന തത്വം പൗലോസ് ഇവിടെ തുറന്നു കാണിക്കുന്നു. 4, രക്ഷയുടെ പൊരുളാണ്. ഈ രക്ഷയുടെ പൊരുളിലേക്ക് പൗലോസ് തൻ്റെ അനുവാചകരെ ക്ഷണിക്കുന്നുണ്ട്. അതിലൊന്ന് പാപമോചനം, 2 കണ്ണുകൾ തുറക്കപ്പെടുന്നത്, 3 ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുമുള്ള വിടുതൽ. രക്ഷ എന്ന് പറയുന്ന ഒരു അധികാര മാറ്റമാണ്. സാത്താൻ്റെ അടിമയായിരുന്നു എങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയാവുന്നു. മറ്റൊന്ന് ശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിലെ അംഗത്വം. സഭയുടെ കൂട്ടായ്മ തുടർന്നുള്ള വളർച്ചയ്ക്കും സാക്ഷ്യത്തിനും ആവശ്യമാണ്. ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് ഒരു വിശ്വാസി വളരുന്നത്. അവസാനമായി സുവിശേഷ വേല. മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ലഭിച്ചത് ഇങ്ങനെ കൈമാറുന്നു. 4 വാക്യം മുതൽ 20 വാക്യം വരെ പൗലോസ് ഒരു ശങ്കയുമില്ലാതെ, ഒട്ടും അധൈര്യപ്പെടാതെ തനിക്ക് പറയാനുള്ളത് പച്ചയായി തുറന്ന് പറയുകയാണ്. ഇത് ഇന്നത്തെ ചില സുവിശേഷ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. കേൾക്കുന്നവരെ സോപ്പിട്ട് പറയുന്ന ധാരാളം ആളുകളുണ്ടാവാം. എന്നാൽ പച്ചയായ സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ ചിലപ്പോൾ അത് കൊള്ളാൻ ഉള്ള സാധ്യതയുണ്ട്. സാമാന്യം സുദീർഘമായ പ്രതിവാദമായിരുന്നു അഗ്രിപ്പാവിൻ്റെ മുൻപിൽ പൗലോസ് നടത്തിയത്. കറ തീർന്ന മനസാക്ഷിയോടെ പറയുന്നു, അഗ്രിപ്പ രാജാവേ,
ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ലഭിച്ച ദർശനം സമ്പൂർണമായി അനുസരിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി. അത് പൗലോസിൻ്റെ സാക്ഷ്യം. അഗ്രിപ്പാ രാജാവിനെ പൗലോസ് വെല്ലുവിളിക്കുന്നുണ്ട്. അതായത്, ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ എല്ലാവരും ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അഗ്രിപ്പാ രാജാവിനെയും പൗലോസ് അതിലേക്ക് ക്ഷണിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. പൗലോസിൻ്റെ ദർശനം സഭയുടെ ദർശനമായിരുന്നു. ശ്രേഷ്ഠമായ ദർശനവും സാക്ഷ്യവും. ക്രിസ്തു ഉള്ളിലുള്ളവൻ്റെ നിർഭയത്വം പൗലോസ് വ്യക്തമാക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് കൂടെയുള്ളവൻ്റെ സുവിശേഷ തീക്ഷ്ണത ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു. ഈ ഒരു തീക്ഷ്ണതയും ഉറപ്പും നമുക്കിന്നും അനിവാര്യമാണ്. അതായത്, ധൈര്യത്തോടെ പ്രസ്താവിക്കുക, അത് ആധികാരികമായി പങ്കുവയ്ക്കുക. ആധികാരികമായി കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന ഉറപ്പ് അനിവാര്യമാണ്. നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ആഴമായ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. അതിന് വൈമുഖ്യം കാണിക്കാതെ അനുസരിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ നിർവഹണത്തോടെ നിർവഹിപ്പാനുള്ള ബലവും കൃപയും നൽകണമേ. ആപത്തനർത്ഥങ്ങളിൽ വിടുവിക്കണമേ. യാത്രാവേളകളിൽ കൂടെ ഇരിക്കണമേ. മറ്റുള്ളവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ ഈ വലിയ സുവിശേഷ ദർശനത്തോടെ ഞങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കാനുള്ള തീക്ഷ്ണതയും അതിനുള്ള വിശാലതയും എളിമയും വിനയവും ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് വിശേഷമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, പുതിയ ഉൾക്കാഴ്ചകളുടെ അനുഭവത്തിലൂടെ നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.